ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കോട്ടയം തിരുവാതിക്കൽ ദമ്പതികളുടെ മരണം, ഇരട്ടക്കൊലപാതകം, ട്വിൻ മർഡർ. നമ്മളെല്ലാവരും വാർത്തയിൽ കണ്ട വാർത്ത കേട്ട് നമ്മളാകെ ഞെട്ടിയ ഒരു സംഭവമാണ്. അതിലെ പ്രതി അറസ്റ്റിലായിരിക്കുന്നു. അമിത് ഒറാങ് എന്ന് പറയുന്ന അവിടെ നേരത്തെ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. അയാൾ പ്രതികാരം ചെയ്തതാണ്. അയാൾക്കെതിരെ തെളിവുകളുണ്ട്, ഡിജിറ്റൽ തെളിവുകളുണ്ട്, സാഹചര്യ തെളിവുകളുണ്ട്. അതുകൊണ്ട് ആൾ അറസ്റ്റിലായിരിക്കുന്നു. ഈ സമയത്ത് ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എൻ്റെ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കൊലപാതകത്തിൽ അമിത് ഒറാങ് മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇയാൾ മാത്രമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് തോന്നുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് തോന്നുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞാൽ നല്ല കാര്യമായിരിക്കും. എന്തായാലും കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഇത് ഒരാൾ മാത്രം ചെയ്തൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. അയാളുടെ പ്രതികാരം ഉപയോഗിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇത് അയാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമല്ല എന്നൊരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനെ ബലപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഒരാൾ വന്ന് കമൻ്റ് ഇട്ടിരുന്നു, ഇങ്ങനെയുള്ള കുറേ യൂട്യൂബേഴ്സ് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്, കുറേ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കും, ഇതിൽ അങ്ങനെയൊന്നുമില്ല, മറ്റേതൊരു കോയിൻസിഡൻസ് മാത്രമാണ്. അതായത് ഇയാളുടെ മകൻ കൊല്ലപ്പെട്ടോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് വെറും ഒരു കോയിൻസിഡൻസ് മാത്രമാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് പ്രത്യേകം നന്ദി. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ചില കാര്യങ്ങൾ കൂടെ ചേർത്ത് വായിക്കുമ്പോൾ എൻ്റെ സംശയം ബലപ്പെടുകയാണ്. ഇത് അമിത് ഒറാങ് മാത്രം ചെയ്തിട്ടുള്ള ഒരു പരിപാടിയല്ല. ഇത് എങ്ങനെ തലയിൽ കെട്ടിവെക്കാൻ, അല്ലെങ്കിൽ അയാളെ റെഡിയാണ് എന്റെ തലയിൽ കെട്ടിവെച്ചു എന്ന് പറയാനായിട്ട് അതിനുവേണ്ടി എല്ലാ തെളിവുകളും ഇട്ടുകൊടുത്തിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും ആ CCTV ദൃശ്യം ഒന്ന് കണ്ടു നോക്കാം. അയാളുടെ എല്ലാ മൂവ്മെന്റ്സും ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്നു, അവിടുത്തെ CCTV ക്യാമറയിൽ പതിയുന്നു. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ ആ ദൃശ്യങ്ങളിൽ പെടുന്നു. കൊലപാതകം ചെയ്യാൻ പോകുന്ന വഴിയിൽ വെച്ചുള്ള ദൃശ്യം, തിരിച്ചു വരുമ്പോഴുള്ള ദൃശ്യം, എല്ലാത്തിലും എൻ്റെ തലായി എൻ്റെ ഫുൾ ഫിഗർ എന്ന രീതിയിൽ കൃത്യമായിട്ട് അയാൾ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് തോന്നുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം, അയാൾ അവിടെ ചുറ്റിപ്പറ്റി നടന്നിരുന്ന രീതിയിൽ വാർത്ത കണ്ടിരുന്നു. ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു കുറ്റവാളി എന്തിനായിരിക്കും കുറ്റകൃത്യം നടത്തുന്നതിന് മുമ്പ് ആ പ്രദേശങ്ങളിലൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നത്? അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം, ഒന്ന്, എങ്ങനെ ഇത് നടത്താം, രണ്ടാമത്തേത് എങ്ങനെ ആരുടെയും പിടിയിൽപ്പെടാതെ ഇത് നടത്താം എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എവിടെയെങ്കിലുമൊക്കെ CCTV-കളുണ്ടോ, അതിന്റെ കണ്ണ് വെട്ടിച്ച് എങ്ങനെ കുറ്റകൃത്യം നടത്താമെന്നായിരിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഇയാൾ കൃത്യമായിട്ട് ഓട്ടോറിക്ഷയ്ക്ക് വന്നിറങ്ങുന്നത് ഒരു കടയുടെ മുന്നിൽ നല്ല വെട്ടമുള്ള സ്ഥലത്ത് വന്നിറങ്ങുന്നു, മുഖം കൊടുക്കുന്നു. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാൻ പോകുന്നു, അവിടെയും മുഖം കൊടുക്കുന്നു. കൊലപാതകം ചെയ്ത് അങ്ങോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു, എല്ലായിടത്തും മുഖം കൊടുത്തിട്ടുണ്ട്. ഒരു കുറ്റവാളി അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? അയാൾ ഈ CCTV ദൃശ്യങ്ങൾ ഒഴിവാക്കി പോകാനേ ശ്രമിക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇയാൾ അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോൾ ഇയാളുടെ മനസാന്നിധ്യമാണ്. ഒരു കുഴപ്പമില്ല, വളരെ കൂളായിട്ട്, വളരെ പ്രസൻസ് ഓഫ് മൈൻഡോടെയാണ് ആൾ വരുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ അയാളൊരു പ്രൊഫഷണൽ കൊലപാതകി ആയിരിക്കണം. പക്ഷെ നമ്മൾ അയാളുടെ ഒരു കുറ്റകൃത്യ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെയൊന്നും കാണില്ല. ആകെ നമുക്കറിയാവുന്നത് ഈ വീട്ടിൽ നിന്ന് ഫോൺ മോഷ്ടിച്ച വിഷയമാണ്, പിന്നീട് ആ വീട്ടിൽ ചെന്ന് ബഹളം ഉണ്ടാക്കിയപ്പോൾ പോലീസ് പിടിച്ച വിഷയമാണ്. അതല്ലാതെ വേറെ ഈ കൊലപാതകങ്ങളുടെ ട്രേസ് ഒന്നും അയാളുടെ ഹിസ്റ്ററിയിലില്ല. അങ്ങനെയുള്ള ഒരാൾ ഒരു പ്രൊഫഷണൽ കില്ലറെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂളായിട്ട് പോയി വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അയാൾ ആ സംഭവം ചെയ്തിട്ടില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, ഇതിൽ തലവെച്ചു കൊടുത്താൽ എനിക്കെന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാവും,
എന്നുള്ള കാര്യമാണ്. ഏതോ ഒരു ബിഗ് ഹാൻഡ് ഈ കഥകളൊക്കെ എഴുതി കൂട്ടിയ ഒരു തിരക്കഥാകൃത്ത് കാണണം. ആ തിരക്കഥാകൃത്തിന്റെ കയ്യിലെ കഥാപാത്രം മാത്രമാണ് ഈ അമിത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇയാൾ അവിടെ കൊണ്ടാക്കിയ ഓട്ടോറിക്ഷക്കാരൻ പറയുന്നത് കേട്ടു നോക്കാം. 12:10-12 ആ ടൈമിൽ വന്ന് ഈ പയ്യൻ ചോദിച്ചു തിരുവാതിക്കൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം ചാർജ് എത്രയാണെന്ന് ചോദിച്ചു. ചാർജ് പറഞ്ഞു. ഒരാളെ ഉള്ളെന്ന് പറഞ്ഞു. അവർ ഒരാളാണെങ്കിലും 3 പേരാണെങ്കിലും ഒരേ ചാർജാന്ന് പറഞ്ഞു. അവിടെ നിന്ന് നേരെ തിരുവാതിക്കൽ ചെന്നു. അപ്പം ഈ വഴിക്കാണ് ബേക്കറി ജംഗ്ഷൻ വഴി നേരെ അങ്ങ് പോയത്. തിരുവാതിക്കൽ ജംഗ്ഷനിൽ ചെന്ന് അവിടെ ഒരു ATM-ൻ്റെ സൈഡിൽ കൊണ്ട് നിർത്തി. അവിടെ വെട്ടമുള്ളൊരു സ്ഥലം അതായിരുന്നു. അവിടെ കൊണ്ട് നിർത്തി. അവിടെ നേരെ പൈസ വന്നിട്ട് ആ കുമരൻ റോട്ടിലോട്ട് നടന്നു പോകാനുണ്ട്. നല്ല വെട്ടമുള്ള സ്ഥലത്തുകൊണ്ട് നിർത്തി കൊടുത്തു. ഇയാള് ഓട്ടോറിക്ഷ കയറുന്നപ്പോൾ ചോദിച്ചൊരു ചോദ്യം, ആ ചോദ്യം വളരെ കൗതുകരമുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്ത് തുടങ്ങുന്നവരാണല്ലേ. ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കോളേജിൽ പോകുന്ന കാലഘട്ടം മുതൽ നമ്മൾ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾക്ക് എല്ലാവർക്കും സാമാന്യ ബോധമുള്ളൊരു കാര്യമല്ലേ ഓട്ടോറിക്ഷയിൽ ടിക്കറ്റ് എടുത്താലേ യാത്ര ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ ബസ്സിലും ട്രെയിനിലും അല്ലെങ്കിൽ ഫ്ലൈറ്റിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആളാം വീതം എണ്ണത്തിന് ടിക്കറ്റ് എടുത്താണ് യാത്ര ചെയ്യുന്നത്. പക്ഷെ ഓട്ടോറിക്ഷയിൽ അങ്ങനെയല്ല എന്നറിയാം. ഒരാൾ കയറിയാലും 2 ആൾ കയറിയാലും 3 ആൾ കയറിയാലും ചാർജ് കിലോമീറ്റർ അടക്കം അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാരൻ എന്താണോ പറയുന്നത് ആ പൈസയാണ് ഫെയർ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിന് പിന്നിലുള്ള സംഗതി എന്തായിരിക്കും? ഇത്തരത്തിൽ കൗതുകമുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ ആരടേ, എന്താണ് ഇവൻ ഈ ചോദിക്കുന്നത് എന്ന രീതിയിലൊരു തോന്നലുണ്ടായി നമ്മൾ ആളെ ശ്രദ്ധിക്കുകയും ചെയ്യും, ഇല്ലേ? അത് മാത്രമല്ല, നല്ല വെട്ടമുള്ള സ്ഥലത്തുകൊണ്ട് ഇറങ്ങുന്നു. ഒരു കുറ്റകൃത്യം ചെയ്യാൻ പോകുന്ന ആള് ഒരു കാരണവശാലും വെട്ടമുള്ള സ്ഥലത്ത് ചെന്ന് പെടാൻ നോക്കില്ല. കുറച്ച് വെളിച്ചം കുറഞ്ഞ സ്ഥലത്തോ ഇവിടെ നിർത്തിയത് 8ാം തറമാണ് നിർത്തിയിട്ട് പൈസ കൊടുത്ത് ഇറങ്ങിപ്പോ നോക്കും. പക്ഷെ വെട്ടമുള്ള സ്ഥലത്ത് എന്തിനിറങ്ങണം? അപ്പോൾ അവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ ഓട്ടോ ശ്രദ്ധിക്കപ്പെടണം, ആ ഓട്ടോയുടെ നമ്പർ ശ്രദ്ധിക്കപ്പെടണം. 2, ഇയാളെ ഓട്ടോറിക്ഷക്കാരൻ തിരിച്ചറിയണം. ഇനി ആ ക്യാമറയിൽ ഇയാൾ പതിയാൻ പറ്റണമെങ്കിൽ അതിലും പതിയണം. അതായത് അങ്ങോട്ട് തെളിവിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം. ഈ ഓട്ടോറിക്ഷ നമ്പർ വെച്ച് ട്രേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാളെ കണ്ടുപിടിക്കാം. പ്രത്യേകിച്ച് ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഒരു റെക്കോർഡ് ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നുന്നു, ഞാൻ ട്രാവൽ ചെയ്ത റെയിൽവേ സ്റ്റേഷനിൽ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അവിടെ ആ ഡീറ്റെയിൽസ് കൊടുക്കണം. അവിടെ റെയിൽവേ സ്റ്റേഷൻ ഓട്ടോ പിടിക്കുകയാണ്, അതിൻ്റെ പുറത്തിറങ്ങുന്ന സമയത്ത് അവിടെ അവർ പേര് എഴുതും, എങ്ങോട്ടാണ് പോകുന്നതെന്ന് എഴുതും, ഓട്ടോറിക്ഷയുടെ നമ്പർ എഴുതി വെക്കും. അപ്പോൾ ആ ഒരു റെക്കോർഡ് ഉണ്ടാകും. ഇങ്ങനെ എല്ലാ റെക്കോർഡ്സും എല്ലാ തെളിവും അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു വിചിത്രപരമായ കൊലപാതകം. ഓട്ടോറിക്ഷക്കാരൻ പറയുന്നത് ബാക്കി ഇട്ട് നോക്കാം. പിന്നെ ഒരാളെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏകാത്മി എന്ന് ഹിന്ദിയിലാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആളുടെ വേഷം കണ്ട നേരം ഒരു കുഴപ്പമൊന്നുമില്ല. ഒരു ജെന്റിൽമാൻ ലുക്ക്, ഒരു കാച്ചട്ടയും പെർമുട, നല്ല ബനിയൻ, അതൊക്കെ ഇട്ടേ. അതാണ് തിരിച്ചറിയാൻ പെട്ടെന്ന് സഹായിച്ചു. അതിന് ആ വേഷം ശ്രദ്ധിച്ചുകൊണ്ടാണ്. സ്വാഭാവികം, തിരിച്ചറിയാൻ വേണ്ടിയാണല്ലോ അത് ചെയ്തിരിക്കുന്നത്. അയാളുടെ ഡ്രസ്സും അയാളുടെ രീതികളൊക്കെ ശ്രദ്ധിക്കാനുള്ള കാരണം ആ ചോദ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കൗതുകരമായ ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും ആൾ ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് വേറൊരു ഭാഷ പറയുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾ എന്തായാലും നമ്മൾ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഓട്ടോറിക്ഷക്കാരന് ശ്രദ്ധയിൽപ്പെടണമെന്നും നാളെ ഈ കേസിന് അന്വേഷണം വരുമ്പോൾ ഓട്ടോറിക്ഷക്കാരൻ ഇയാളെ തിരിച്ചറിയണമെന്നും ഒക്കെയുള്ള പ്രീ പ്ലാൻഡായ ബുദ്ധിയുടെ തിരക്കഥയുടെ എക്സിക്യൂഷനാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇനി ഈ വിഷയത്തിൽ ഡോക്ടർ വിനോദ് ഭാസ്കർ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജിസ്മോളുടെ ദുരൂഹമായ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ചില പോയിന്റുകൾ അദ്ദേഹം സംസാരിക്കാൻ ഇതിനു മുമ്പ് ഉള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. പുള്ളി അത്രയ്ക്കും തന്നെ വെയിറ്റുള്ള ഒരു 80 കിലോ 100 കിലോ തന്നെ വെയിറ്റുള്ള പുള്ളിക്കാരന്റെ ഭാര്യയും അതിക്രൂരമായിട്ട് കോടാലിയും വെച്ച് അടിച്ചു കൊല്ലുകയും ഷോപ്പിംഗ് മോൾ ഇത്രയും വലിയ മുറിവുകൾ ഉണ്ടാക്കി 2 മനുഷ്യനെ ക്രൂരമായി കൊന്ന ആ വ്യക്തിയുടെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം ധരിച്ചിട്ടില്ല. ചെറുക്കൻ 4ാം ദിവസം ആ ഡ്രസ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഈ CCTV കണ്ടുപോയി. അതിൽ നിന്ന് അവൻ പോകുന്നത് 12 മണിക്ക് നിക്കറും ബനിയനും ഇട്ടുണ്ട്. തിരിച്ചു വരുന്നത് DVR വിളിച്ചോണ്ട് വരുന്നു, നിക്കറും ബനിയനും ഇട്ടുണ്ട്. കുറച്ച് തിരക്കഥകളിൽ, അതായത് പോലീസ് തിരക്കഥകളിൽ കുറച്ച് തെറ്റ് സംഭവിച്ചോ എന്നൊരു സംശയം എനിക്കുണ്ട്. എന്റെ സംശയം മാത്രമാണ്, നിങ്ങളോട് ഒന്ന് പറയാനുള്ളതാണ്. സംഭവം ഇതിപ്പം ഒരു കൊല നടത്താൻ പോവുകയാണ്. എങ്ങനെയാണ് നമ്മൾ പന്നിയെ തല്ലിക്കൊല്ലാൻ പോകുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സ് മാറും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ റാങ് ഈ കൊല നടത്താൻ പോകുമ്പോൾ ഒരു 2 പേർ ഡ്രസ്സ് എങ്കിലും എടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചു. പക്ഷെ എടുത്തിട്ടില്ല. ആ CCTV ശ്രദ്ധിച്ചാൽ അറിയാം. അദ്ദേഹം ആ ഡ്രസ്സിലാണ് പോകുന്നത്, ആ ഡ്രസ്സിൽ തന്നെ വരുന്നു. ഇപ്പോഴും ആ ഡ്രസ്സിലാണ് പയ്യൻ. ഏതാണ്ട് 22ാം തീയതി കൊലപാതകം. ചെറുക്കന് ഒരു ഡ്രസ്സ് പോലും കൊടുത്തില്ല, രക്തം പോലും ധരിക്കാതെയാണ് പരിപാടി ചെയ്തത്. അപ്പോ ഇത് അവിടെ ചെല്ലുന്നു. അജാനുബാഹുവായിട്ടുള്ള മനുഷ്യനെ അദ്ദേഹത്തിന്റെ ഭാര്യ അടിച്ചു കൊല്ലുന്നു. ഒരു പ്രമുഖ വാർത്താ ചാനൽ ന്യൂസ് 18 അവർക്ക് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടുള്ളൂ. അവർ പറയുന്നത് ഇപ്രകാരമാണ്: ഭാരമില്ല, അതുകൊണ്ട് അടിച്ചാൽ ഇയാൾ ചാകില്ല എന്ന് വ്യക്തമാകുന്നു. വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്ന കോടാലി എടുത്തുകൊണ്ട് അയാൾ ഈ പ്രതിയെ വെട്ടുന്നത് ശരീരത്തിൽ രക്തം ധരിക്കാതെ അകന്ന് നിന്നുകൊണ്ട്, കോടാലി കൈയുടെ അറ്റത്ത് പിടിച്ചുകൊണ്ട് അകന്ന് നിന്നുകൊണ്ടാണ്. തലയ്ക്ക് പിന്നിൽ ആദ്യം അടിക്കുന്നു, ചെറിയ ഞരക്കമുണ്ടാകുന്നു, പിന്നീട് വീണ്ടും അടിക്കുകയും വെട്ടുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ശബ്ദം കേട്ടാണ്, അതായത് മാറി നിന്ന്
അടിച്ചു കൊല്ലുക, രക്തം തെറിക്കരുതല്ലോ, മാറി നിന്ന് അടിച്ചു കൊല്ലുക. അതുകൊണ്ട് രക്തം തെറിച്ചില്ല. അപ്പോഴും തിരക്കഥയിൽ ഒരു ചെറിയ വിട്ടുവീഴ്ച കൊണ്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി നിന്ന് അടിച്ചു കൊല്ലണമെങ്കിൽ അദ്ദേഹം കിടന്നുറങ്ങുകയായി, അല്ലെ? പട്ടുണ്ടെങ്കിൽ കിടന്നുറങ്ങുന്നത് ഒഡീശ്വരൻ കിടന്നുറങ്ങുമ്പോൾ മാറി നിന്ന് രണ്ട് പൊട്ടിച്ച് ശരി സംഭവിച്ചു. ബോഡി കിടന്നു വരിക ഹാളിലാണ് കിടന്നത്, സെൻട്രൽ ഹാളിലാണ്. അപ്പൊ അവിടുന്ന് വലിച്ചുകൊണ്ട് വരുമ്പോൾ രക്തം മൊത്തം അങ്ങോട്ട് വരും, ഇവിടെ വരും, അല്ലെ? അത് വന്നിട്ടില്ല. അദ്ദേഹം പൂർണ്ണ നഗ്നനായിട്ട് നിൽക്കുകയാണ്. അതിനകത്ത് പോലീസ് ഭാഷ്യം നമ്മൾ കുറച്ചുകൂടെ വിസ്തീർണമായിട്ട് ഒരു 3D ആംഗിളിൽ 4D ആംഗിൾ ചിരിക്കുകയായിരുന്നെങ്കിൽ ഇദ്ദേഹം ഒരാൾ വരുന്നു, അത് തുറക്കുന്നു, വസ്ത്രമില്ലാതെ വിജയകുമാർ എന്നത് ഇങ്ങനെ നിൽക്കുന്നു. എന്താ പറയാൻ, നിങ്ങളെ ഞാൻ കൊല്ലാൻ പോവുകയാണ്, നിങ്ങൾ അവിടെ മാറി നിൽക്കണം എന്ന് പറഞ്ഞ് മാറി നിന്ന് അടിക്കുക, ആ വീട്ടിൽ കൊല്ലുക, ഡ്രസ് ഇല്ലാതെ. അതാണ് പറഞ്ഞു വരുന്നത്. അതായത് വലിച്ചിഴച്ച് കൊണ്ടുവന്നിട്ട് പാടുന്നില്ല, പുള്ളി ബോധത്തോട് കൂടി തന്നെ ആയിരിക്കാം അവിടെ സെൻട്രൽ ഹോളിൽ വന്നിരിക്കുന്നത്. അപ്പൊ അടിച്ചു. അതുപോലെ തന്നെ പുള്ളിക്കാരത്തി പുറത്തുനിന്നായിരിക്കാം, അടിച്ചു കൊന്നു. രണ്ടുപേരും ചോപ്പിംഗ് കൊണ്ട് ഭയങ്കര വിരോധമാക്കി കൊന്നു. ഈ കൊലകളൊന്നും നടത്തിയിട്ട് പ്രസ്തുത കക്ഷിയുടെ മേത്ത് ഒരു തുള്ളി ചോര പോലും, അതെ, ഒരു തുള്ളി ചോര പോലും ശരീരത്തോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ ഇല്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ ബുദ്ധിപരമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പട്ടിയെ മയക്കിക്കെടുത്തുക, അവിടെയുള്ള ഹാർഡ് ഡിസ്ക് മാറ്റിക്കൊണ്ടുപോവുക പോലുള്ള ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്ത ആള് ചെയ്യാത്ത ചില മണ്ടത്തരങ്ങൾ പറഞ്ഞുതരാം. ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞ വ്യക്തി ആദ്യം ചെയ്യുന്ന പരിപാടി നമ്മൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ മറവ് ചെയ്യുക, നശിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി കുറഞ്ഞിട്ടൊന്നും മാറ്റിയെങ്കിലും ഇടണം. കാരണം ഈ പോലീസ് ഡോഗ് എന്ന് പറയുന്നതേ, പോലീസ് നായ എന്ന് പറയുന്ന മണ്ടന്മാരല്ല. അവർ മണം പിടിച്ച് കൃത്യമായിട്ട് എത്തും, എവിടെയൊക്കെ ട്രാവൽ ചെയ്ത് എങ്ങോട്ടാണ് മൂവ് ചെയ്തതെന്നൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ അതേ ഡ്രസ്സ് ഇട്ട് നടക്കുകയാണ് പുള്ളിക്കാരൻ, ഒരു കുഴപ്പമില്ല. ഇനി രണ്ടാമത് വിനോദ ഭാസ്കർ പറഞ്ഞ കാര്യം, ശരീരത്തിൽ ഒരു തുള്ളി രക്തം തെറിച്ചിട്ടില്ല, ക്ലിനിക്കൽ കട്ടാണോ ഇവൻ ചെയ്തത്, ചോര ഒന്നും ചീറ്റാതെ. ഇനി ഹോളിലാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യണം. അത് ഈ ടിറ്റോ എന്ന് പറയുന്ന വാർഡ് കൗൺസിലർ ഒരു വാർത്താ ചാനലിൽ പറഞ്ഞതാണ്. വാതിലിന്റെ അടുത്ത് തന്നെയാണ് ഇയാൾ കിടക്കുന്നത് എന്ന് വെച്ചാൽ വാതിൽ തുറന്ന ഉടൻ തന്നെ അവിടെ നിപ്പുണ്ടാവണം. എന്നെ കൊല്ലാൻ വരുന്നുണ്ട് ഒരാൾ, അതുകൊണ്ട് ഞാൻ റെഡിയാണ്, തുറന്ന മടി എന്നെ അടിച്ചോ എന്ന് പറഞ്ഞതുപോലെ വിജയകുമാർ അവിടെ നിൽക്കണം, എന്നാലേ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇനി ഇയാളുടെ ആരോഗ്യസ്ഥിതി നോക്കണം. വിജയകുമാർ ഒരു അജാനുബാഹുവാണെന്നാണ് അയാളുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. ഈ പയ്യൻ കണ്ട അതാ നരന്തോലിരിക്കും, ഞാൻ നരന്തോലിരിക്കുന്ന അടിച്ചിടാൻ പറ്റുന്ന അടിച്ചിടാനൊക്കെ പറ്റും, അതില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വാതിൽ തുറന്ന പാട് തലക്കടിക്കുന്നു, അയാളെ കൊല്ലുന്നു, ഒരു തുള്ളി രക്തം ദേഹത്ത് വീണിട്ടില്ല, ഭാര്യയെ കൊല്ലുന്നു, അതും ശരീരത്ത് വസ്ത്രങ്ങളൊന്നുമില്ല. ഈ വലിച്ചഴച്ച് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ബ്ലഡ് സ്റ്റെയിൻസ് അവിടെ ഉണ്ടാവണം, ആ വലിച്ചഴച്ച പടം ഉണ്ടാവണം. അപ്പോൾ അതൊക്കെയെല്ലാം തുടച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ സ്റ്റെയിൻസ് ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ടാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതേസമയം വളരെ സമയമൊക്കെ എടുത്ത് അത് വൃത്തിയാക്കി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധ്യത കുറച്ച് കുറയും. അല്ലെങ്കിൽ ഇയാൾ പൊക്കിയെടുത്ത് കൊണ്ടിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ശരീരത്തോ അല്ലെങ്കിൽ നിലത്ത് രക്തം വീണ പാടുകളോ അതേപോലെ അയാളിട്ടിരിക്കുന്ന വസ്ത്രത്തിൽ സ്റ്റെയിൻസോ കാണണം. അതുമില്ല, വളരെ ക്ലീൻ ആയ ഡ്രസ്സ്. കൊലപാതകം ചെയ്തിട്ടുണ്ട്. കോട്ടയം പോലീസുകാർ പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നത് ആ ജില്ലയിൽ നടന്നിട്ടുള്ള ഏറ്റവും ക്രൂരമായ കൊലപാതകമാണ്. പക്ഷെ ഒരു തുള്ളി രക്തം ഇയാളുടെ ദേഹത്ത് വീണിട്ടില്ല. ഇയാളിത് എങ്ങനെ ചെയ്തു? അവിടെയാണ് ഞാൻ സംശയിക്കുന്നത്. അവിടെ വേറെ ആരുടെയൊക്കെ പ്രസൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളൊക്കെ നശിപ്പിക്കപ്പെടുകയും അല്ലെങ്കിൽ ആ ഒരു CCTV ദൃശ്യം കാണാതാകെ പോവുകയും എന്നാൽ ഈ പറയുന്ന കൊലപാതകം അങ്ങോട്ട് പോയിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോയിന്റ് ബൈ പോയിന്റ്, എപ്പിസോഡ് ബൈ എപ്പിസോഡ് കൃത്യമായിട്ട് CCTVയിൽ പതിയുന്നതും. ഇനി അടുത്തൊരു കാര്യം കൂടി കേട്ടു നോക്കാം. ചാനലിനകത്ത് വന്നാണ് 3 ഫോൺ ഈ മോഷ്ടിച്ചുകൊണ്ട് പോയി. മോഷണം എന്ന് പറയാൻ പറ്റത്തില്ല. അമിത് ഒരു സൗമ്യനായിരുന്നു, സത്യസന്ധനായിരുന്നു, കുചേലനായിരുന്നു. അതിന്റെ അർത്ഥം പുള്ളി പറയുന്നത് പണി ചെയ്യാത്ത ഒരു പൈസയും പുള്ളിക്ക് വേണ്ട, ഒരു പൈസ ഞാൻ മോഷ്ടിക്കത്തില്ല. കാര്യം അത്രയും പണക്കാരനായിരുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്നും ഒരു പണവട സ്വർണം പോലും, സ്വർണ്ണത്തിന്റെ വില ഇപ്പൊ എത്രയാ, 9,000 സംതിങ് ആണ് ഗ്രാമിന്, ഒരു പണവട സ്വർണം പോലും അദ്ദേഹം എടുത്തിട്ടില്ല. അപ്പോ പുള്ളിക്കാരന്റെ വീട്ടിൽ നിന്ന് 3 ഫോൺ പോയിട്ടുണ്ട്. 3 ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഞാനൊക്കെ വീട്ടിൽ വീട്ടിൽ പോകുന്നതല്ല, നല്ല ഐഫോൺ തന്നെ ആയിരിക്കാം എടുത്തോണ്ട് പോയി. ഈ 3 ഫോൺ എടുത്തോണ്ട് പോയി. അതിനകത്ത് ഡോക്ടർ മീരയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ പറ്റിയില്ല, ബാക്കി 2 ഫോണും സ്വിച്ച് ഓഫ് ആയി. ഇതിനോടിടയ്ക്ക് മീരയുടെ ഫോണും ഇവന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ പോലീസിന്റെ ഭാഷ ഇങ്ങനെയാണ്, അവൻ ഗൂഗിൾ അക്കൗണ്ട് ഹാക്ക് ചെയ്തു, ഗൂഗിൾ അക്കൗണ്ട് ക്യാൻസൽ ചെയ്തു, വേറെ വൈഫൈയിൽ കയറി, തലകുത്തി നിന്നു, ചാരി നിന്നു. ഇൻസ്റ്റാഗ്രാമിൽ കയറിയ സമയത്ത് പോലീസ് വല അങ്ങോട്ട് പിടിച്ചു തൻമൂലം ഉടനെ പിടിച്ചു. എന്റെ ഒരു ചോദ്യം, ഈ ഡോക്ടർ മീരയുടെ ഫോൺ അവിടെ ഡെഡ് ആകാതെ ഇരിക്കുക, സ്വിച്ച് ഓഫ് ആകാതെ ഇരിക്കുക, അതുമായിട്ട് ഇവൻ പോയത്, അത് ആർക്കും ട്രേസ് ചെയ്യണ്ടേ? അപ്പൊ അവിടെയും തിരക്കഥ വിട്ടുവീഴ്ചയും തോൽവിയും സംഭവിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് അത് മീരയുടെ ഫോണ് ഇവന്റെ ഏൽപ്പിച്ചു എന്നുള്ളതിന് എന്റെ ഒരു ആശയം ഞാൻ പറഞ്ഞുതരാം. കാര്യം കൊന്ന ആൾക്കാർ ചില ആൾക്കാരല്ല, ചതിയിൽ മഞ്ചരിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൊന്ന ആൾക്കാർക്ക് യവനെ വിശ്വാസമില്ല. അപ്പൊ യവൻ പോകുന്ന വഴി ഒന്ന് ട്രേസ് ചെയ്യാൻ, അല്ലെങ്കിൽ യവന്റെ കൂടെ എപ്പോഴും ഉണ്ട്, ഇവിടെ മാറ വരെ ഈ കൊന്ന ആൾക്കാരുണ്ട്. അവിടെ നിന്ന് ഈ ഫോൺ കൊടുത്ത് ഇവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഇവൻ നാട് കരുതുകയാണെങ്കിൽ എങ്ങനെയും പിടിക്കണ്ടേ? അതിനാണ് ഈ പറയുന്ന ഫോൺ കാര്യങ്ങളുമായിട്ട് ഇവന്റെ കൂടെയാണ് നടന്നത്. കാര്യം ഇവനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കേരളം വിട്ടു, എല്ലാം സ്വിച്ച് ഓഫ് ആക്കി, ഇവനങ്ങ് വിട്ടുകയാണെങ്കിൽ ഇവനെ പിടിക്കണ്ടേ? അതുകൊണ്ട് ഇവന്റെ ഫോണും മീരയുടെ ഫോണും എല്ലാം വലിച്ചുകൊണ്ട് കൊന്ന ആൾക്കാർ തന്നെ കൂടെ ഉണ്ടായിരിക്കാം.
ഇതേ ചോദ്യം തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചത്. ഇയാൾക്ക് ആകെയുള്ള ഒരു ടെൻഡൻസി എന്ന് പറയുന്ന മോഷണമാണ്. ആ മോഷണമാണ് ഇയാളുടെ ഉദ്ദേശമെങ്കിൽ കുറഞ്ഞ വർഷം ആ ശരീരത്ത് കിടന്നിരുന്ന മാലയെങ്കിലും ഇയാൾ അടിച്ചു മാറ്റിയാണ്. അതില്ലാതെ ഇയാൾ ഫോണുകളായിട്ട് പോകുന്നു, ആ ഫോൺ ഹാക്ക് ചെയ്യുന്നു. ഹാക്ക് ചെയ്യാൻ മാത്രം ബുദ്ധിയുള്ള ഒരു കുറ്റവാളിയായിരുന്നെങ്കിൽ ഈ പൊട്ടത്തരവ് കാണിക്കായിരുന്നു. എന്തൊക്കെ മണ്ടത്തോടെ ചെയ്തിരിക്കുന്നത്. ഒരു ഗ്ലൗസ് പോലും ഉപയോഗിച്ചിട്ടില്ല കൊലപാതകത്തിന്. കൃത്യമായിട്ട് ഫിംഗർ പ്രിൻ്റൊക്കെ അതിനകത്ത് പതിഞ്ഞിട്ടുണ്ട്. കോട്ടയത്തേക്ക് പോകാനുള്ള പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിരിക്കുന്നു. ആ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വാതിക്കൽ കൃത്യമായിട്ട് കിടക്കുന്നു. അമ്മിക്കല്ലും കൊണ്ടെന്ന് വെച്ചിട്ട് തിരിച്ചുകൊണ്ട് വെക്കാനുള്ള ബുദ്ധി പോലും കാണിച്ചിട്ടില്ല. അതൊക്കെ വാതിക്കൽ വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. എല്ലായിടത്തും ഫിംഗർ പ്രിൻ്റ് കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ട്. വന്നിരിക്കുന്ന CCTV ദൃശ്യങ്ങളൊക്കെ ആളൊക്കെ പെട്ടിട്ടുണ്ട്. ഇത്രയും മണ്ടത്തരം കാണിക്കുകയും ഇതുപോലെ ബുദ്ധിപരമായ കാര്യങ്ങൾ ഹാക്ക് ചെയ്ത് കയറാൻ ശ്രമിക്കുക, ഇൻസ്റ്റാഗ്രാമിൽ കയറാൻ ശ്രമിക്കുക, അപ്പോൾ പോലീസ് പിടിക്കുക. എത്ര ബുദ്ധിപരമായിട്ടുള്ള എക്സിക്യൂഷൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾക്ക് ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് ചില ആൾക്കാർ നിങ്ങൾ ആരാണ് ഇതൊക്കെ പറയാമെന്ന് ചോദിക്കും. നമ്മളിപ്പോൾ ഇത് വീഡിയോ പറയുന്നതേ ഉള്ളൂ. വീഡിയോ പറഞ്ഞില്ലെങ്കിൽ നമ്മളിപ്പോൾ സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിൽ സംശയം ചോദിക്കില്ലേ? അങ്ങനെ തോന്നുന്ന അതേ സംശയം തന്നെയാണ് ഒരു സാധാരണക്കാരൻ നിലയിൽ ഈ വീഡിയോയിൽ പ്രേക്ഷകരെ ആളുകൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതിനകത്ത് ഒരു ദുരൂഹതയും ഇല്ല എന്ന്. ഇയാളുടെ പ്രതികാരത്തിൻ്റെ കഥ, ഇയാൾ പോയി കൊല്ലുന്നു, ഇയാൾ തെളിവുകളൊക്കെ അവശേഷിപ്പിക്കുന്നു, ഇയാൾ തന്നെ പിടിക്കുന്നു. ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ആയല്ലോ. വാട്ട്, വൈ, വെൻ, വെയർ ആൻഡ് ഹൗ. എന്ത് ചെയ്തു, എന്തിന് ചെയ്തു, എങ്ങനെ ചെയ്തു, എപ്പോൾ ചെയ്തു, എവിടെ വെച്ച് ചെയ്തു, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആൻസർ കിട്ടി. മോട്ടീവ് വ്യക്തമാണ്, പ്രതികാരം. എനിക്ക് അത്ര വലിയ കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ പറയാൻ പറ്റില്ല, ചില ആൾക്ക് ചെറിയ കാര്യം മതിയല്ലോ അവർ പെട്ടെന്ന് അതിനകത്ത് അഗിറ്റേറ്റഡ് ആവാനും പ്രതികാരം ചെയ്യാൻ ഇറങ്ങാനും. അപ്പോൾ ഇയാളുടെ ഭാര്യയെ ശുശ്രൂഷിക്കാൻ പറ്റില്ല എന്നുള്ള വലിയൊരു പ്രശ്നമായിട്ട് അയാൾക്ക് തോന്നിയിട്ടുണ്ടാകും. അതിൻ്റെ പേരിൽ അയാൾ പ്രതികാരം ചെയ്തു കാണും. പക്ഷെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രതികാരവും ഇയാളും ഇവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇയാൾ ചിലപ്പോൾ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടാവും, ചെയ്തിട്ടില്ലായിരിക്കാം. കൊലപാതകം അയാൾ തനിച്ച് ചെയ്തെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അയാൾ എന്തായാലും ഏറ്റെടുത്തല്ലോ. ഇനിയിപ്പോൾ കോടതിയുടെ മുന്നിൽ പ്രത്യേകിച്ചൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അന്വേഷണ സംഘത്തിനും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്, സാഹചര്യ തെളിവുകളുണ്ട്, മോട്ടീവ് ഉണ്ട്, പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്, സീൻ റീക്രിയേഷൻ നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരുടെ കൈ കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അയാൾക്കൊരു ശിക്ഷ ഇതിനകത്ത് മേടിച്ചു കൊടുക്കാം. അസാധാരണമായ കൊലപാതകമായതുകൊണ്ട് തൂക്കുകയർ വരെ ലഭിക്കാം. ഇതിനപ്പുറത്തേക്ക് അന്വേഷണം പോകാൻ പോകണമെന്നില്ല. പക്ഷേ ഇതൊക്കെ ഒരു തിരക്കഥയുടെ ഭാഗമല്ല എന്ന് ചിന്തിക്കണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അത് അരിയായാലും ഗോതമ്പായാലും റാഗി ആയാലും എന്തായാലും തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരായിരിക്കണം. ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. ഇപ്പം നമ്മൾക്ക് ഒരു കോയിൻസിഡൻസ് ആണെന്ന് പറയാമെങ്കിലും ഇയാളുടെ മകൻ്റെ മരണം അതും സംശയാസ്പദമാണല്ലോ. പോലീസ് ആത്മഹത്യയാണ്, ക്രൈംബ്രാഞ്ച് ആത്മഹത്യയാണെന്ന് പറഞ്ഞു. പക്ഷേ കോടതി തന്നെ ഉന്നയിച്ച ചോദ്യമാണ്, വലിയ ആഴത്തിൽ മുറിവ് പറ്റിയ ആൾ, കാറിൽ രക്തം തളം കെട്ടിക്കിടന്ന് അത്രയും ചോര നഷ്ടപ്പെട്ടയാൾ എങ്ങനെയാണ് 204 മീറ്റർ വെറുതെ നടന്നു പോകുന്നത്, ഒരു കുഴപ്പമില്ലാതെ നടന്നു പോകുന്നത്? അതേപോലെ ഇയാൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതിന് മുന്നേ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഭക്ഷണം എന്തെങ്കിലും വേണോ, വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആൾ എങ്ങനെയാണ് ആ മാനസികാവസ്ഥ ചെയ്തൊക്കെ ചോദിക്കുന്നത്? അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും ഉത്തരമില്ലാതെ ഇവിടെ കിടക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഇതിൽ പ്രതി അമിത് ഒമാറാങ് മാത്രമാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്ന്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.